ഈ വിഷയത്തിൽ ആഴത്തിൽ തന്നെ ഈ വിഷയം പരിശോധിക്കേണ്ടതുണ്ട്. ശാസ്ത്രീയമായി ഈ വിഷയത്തിൽ വിലയിരുത്തലുകൾ ഉണ്ടാവേണ്ടതുണ്ട്. ഡോക്ടർ പത്മകുമാറാണ്, അദ്ദേഹം കൊല്ലം മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പളാണ്. ഡോക്ടർ പത്മകുമാർ നമുക്കൊപ്പം അതിഥിയായി ചേരുന്നു. നമസ്കാരം ഡോക്ടർ, കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. നമസ്കാരം. ഡോക്ടർ, മലപ്പുറത്തെ ആ കുട്ടിയുടെ ഒരു മരണം നമുക്ക് മുന്നിലുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ കൊല്ലത്തെ കുട്ടിയുടെ കാര്യം കൂടി കേൾക്കുമ്പോൾ നമുക്ക് ആശങ്ക തോന്നുന്നത് ഈ വാക്സിനുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ചോദ്യങ്ങൾ, അതിൻ്റെ ആവശ്യം യഥാർത്ഥത്തിൽ നമുക്ക് ഈ നിമിഷത്തിലുണ്ടോ, അതോ ശാസ്ത്രീയമായി നമ്മൾ എങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്? സാധാരണ ആളുകളെ സംബന്ധിച്ച് വാക്സിൻ എടുത്തു കഴിഞ്ഞാലും ഞങ്ങൾ പേടിക്കണോ എന്നുള്ളൊരു ചോദ്യമായിരിക്കും അവർ ചോദിക്കുക. എന്തായിരിക്കും നമുക്കതിന് മറുപടി നൽകാൻ കഴിയുക? വളരെ നിർഭാഗ്യകരമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വളരെ ആശങ്കാജനകം കൂടിയാണ്. കാരണം ഈ ഒരു വിഷയം ഇപ്പോൾ ചർച്ചാ വിഷയമാക്കിയതും വളരെയേറെ ശ്രദ്ധേയമായി എന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു കൊള്ളട്ടെ. നമുക്കറിയാം, തെരുവ് നായയുടെ പ്രശ്നം നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും വളരെ രൂക്ഷമായൊരു പ്രശ്നമാണ്. അപ്പോൾ പേവിഷബാധ ഏറ്റ ഒരു വ്യക്തിയുടെ മരണ സാധ്യത എന്ന് പറഞ്ഞത് ഏകദേശം 100%. കാരണം നമുക്കിതിന് കൃത്യമായിട്ടുള്ള ഒരു ആന്റിവൈറൽ മരുന്ന് ലഭ്യമല്ല. പേവിഷബാധയ്ക്കെതിരായിട്ടുള്ള, റേബീസിനെതിരായിട്ടുള്ള ആന്റിവൈറൽ മരുന്നുകൾ നമുക്ക് ലഭ്യമല്ല. ഇവിടെ നമുക്ക് ഏക രക്ഷാമാർഗം എന്ന് പറയുന്നത് വാക്സിനാണ്. വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 100% അതിന്റെ ഒരു സുരക്ഷാ നിരക്ക് എന്ന് പറയുന്നത്. അപ്പോൾ വാക്സിൻ എടുത്ത് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാവുന്നൊരു രോഗം ഇപ്പോൾ ഒറ്റപ്പെട്ട രീതിയിലാണെങ്കിൽ പോലും പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്യുന്നു, പ്രത്യേകിച്ചും കൊച്ചുകുട്ടികളുടെ എന്നുള്ളത് വളരെയേറെ സമൂഹത്തെ വളരെയേറെ ഞെട്ടിച്ച ഒരു സംഭവം തന്നെ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഇവിടെ ഇപ്പോൾ വിശദീകരിച്ചപ്പോൾ തന്നെ അത് പല കാര്യങ്ങളും ഇപ്പോൾ വിശദീകരിക്കുകയുണ്ടായി. 1-2 കാര്യങ്ങൾ കൂടി ഞാനിവിടെ സൂചിപ്പിക്കാനുള്ളത്, ഇത് ആഗോള വ്യാപകമായിട്ട് വളരെ അപൂർവമായിട്ട് ഇങ്ങനെയുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. വാക്സിൻ ഫെയിലിയർ, പ്രത്യേകിച്ചും റേബീസിന്റെ കാര്യത്തിലും വാക്സിൻ ഫെയിലിയർ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇതിന്റെ പ്രധാന കാരണങ്ങൾ ഇപ്പോൾ തന്നെ ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. റിപ്പോർട്ടർ ചാനലിന്റെ പ്രവർത്തകർ തന്നെ ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. അതായത് ഈ പറയുന്നത് പോലെ കടിയേറ്റ സ്ഥലം, കടിയേറ്റ ഭാഗത്തു നിന്ന് ഈ നാഡീഞരമ്പുകളിലൂടെ ഈ വൈറസ് നേരിട്ട് യാത്ര ചെയ്ത് മസ്തിഷ്കത്തിലെത്താനുള്ള ആ ഒരു അടുപ്പം, ഇതെല്ലാം ഇതിന്റെ ഗുരുതരാവസ്ഥയെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നമ്മുടെ സമൂഹത്തോട് പറയാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്, വാക്സിനേഷൻ എന്ന് പറയുന്നത് മാത്രമാണ് നമ്മുടെ ഏക രക്ഷാമാർഗം എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് യാതൊരു തരത്തിലുള്ള ഒരു സംശയവും നമുക്കില്ല. പക്ഷെ എങ്കിൽ പോലും വാക്സിൻ എടുത്തിട്ടും എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് പറയുമ്പോൾ, ഈ കാറ്റഗറി 3 എന്ന് പറയുന്ന മുറിവുകൾ ഉണ്ടാകുമ്പോൾ അവിടെ വലിയ തോതിലാണ് ഈ വൈറസിന്റെ ലോഡ് ഈ പറയുന്ന മുറിവിലേക്ക് എത്തുന്നത്, വലിയ തോതിലാണ്. അപ്പോൾ ഈ പറയുന്ന ഈ മുറിവിന് നമ്മൾ നൽകുന്ന പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്നത് അങ്ങേയറ്റം പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് വൈദ്യശാസ്ത്രം വിലയിരുത്തുന്നുണ്ട്. നമ്മൾ വാക്സിൻ എടുക്കുമ്പോൾ തന്നെ അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ മുറിവിന് നമ്മൾ നൽകുന്ന ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്ന പ്രഥമ ശുശ്രൂഷ. കൃത്യമായിട്ട് ഒരു 15 മിനിറ്റോളം നമ്മൾ ആ വെള്ളം ഉപയോഗിച്ച് ആ മുറിവ് കഴുകുകയും, സോപ്പും വെള്ളം ഉപയോഗിച്ച് ആ മുറിവ് കഴുകിയാൽ തന്നെ ഈ പേവിഷബാധയ്ക്കുള്ള സാധ്യത ഏകദേശം 30 മുതൽ 50% വരെ കുറയ്ക്കാമെന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഏത് നായ കടിച്ചാലും അല്ലെങ്കിൽ ഏത് ഇതുപോലെയുള്ള റേബീസ് പകരാനുള്ള സാധ്യതയുള്ള മൃഗം കടിച്ചാലും മാന്തിയാലും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആശുപത്രിയിലേക്ക് ഓടുന്നതിന് മുൻപ് ആ മുറിവ് ഉണ്ടായ ഭാഗം കൃത്യമായിട്ട് 15 മിനിറ്റോളം വെള്ളമൊഴിച്ച് കഴുകുക, സോപ്പും വെള്ളം ഉപയോഗിച്ച് കഴുകുക എന്നുള്ളതാണ്. ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞാലും നമ്മൾ ആ ഭാഗം ബീറ്റാഡിൻ പോലെയുള്ള അല്ലെങ്കിൽ സ്പിരിറ്റ് പോലെയുള്ള ആന്റിസെപ്റ്റിക് ലോഷൻ ഉപയോഗിച്ച് അത് കഴുകാറുണ്ട്. അപ്പോൾ അത് അവിടെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം നമുക്ക് ഈ ഒരു കേസിൽ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. രണ്ടാമത്തേത്, ഈ പറയുന്ന വാക്സിൻ നമ്മൾ ഇൻട്രാഡെർമൽ വാക്സിനാണ് നമ്മളിപ്പോൾ കേരളത്തിൽ എല്ലായിടത്തും നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. 0.1 ml എന്ന് പറയുന്ന അളവ് ചർമ്മപാളികളുടെ ഇടയിലേക്ക് കുത്തിവെക്കുന്ന ഒരു സമ്പ്രദായമാണ് IDRV എന്ന് പറയുന്ന വാക്സിനേഷൻ. ഈ വാക്സിൻ നമ്മൾ എടുക്കുമ്പോൾ അതിന്റെ ഒരു ടെക്നിക്കൽ സ്കിൽ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഇത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തതിന് മുൻപ് തന്നെ സംസ്ഥാന സർക്കാർ വ്യാപകമായിട്ട് ഇതിനാവശ്യമായിട്ടുള്ള ടെക്നിക്കൽ സ്കില്ല് നമ്മുടെ സ്റ്റാഫ് സിസ്റ്റർമാർക്കും ഹെൽത്ത് വർക്കേഴ്സിനും എല്ലാം നമ്മൾ കൊടുത്തിരുന്നു. ചർമ്മപാളികളിലേക്ക് ഇത് കൃത്യമായിട്ട് കുത്തിവെക്കുക എന്ന് പറയുന്നത് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ടെക്നിക്കലായിട്ടുള്ള എന്തെങ്കിലും ഫെയിലിയർ നമുക്ക് ഇങ്ങനെയുള്ള കേസുകളിൽ ഉണ്ടാകുന്നുണ്ടോ? അതായത് ചർമ്മപാളികളിലേക്ക് കുത്തിവെക്കുന്ന ഈ 0.1 ml എന്ന് പറയുന്നത് പേശികളുടെ ഇടയിലേക്ക് കുത്തിവെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിച്ച പോലെ വാക്സിന്റെ ഫലം നമുക്ക് ലഭിച്ചു എന്ന് വരികയില്ല. അപ്പോൾ ടെക്നിക്കൽ ഫെയിലിയർ നമുക്ക് ഉണ്ടാകുന്നുണ്ടോ? വാക്സിന്റെ കോൾഡ് ചെയിൻ സംവിധാനം എല്ലായിടത്തും മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. ഇപ്പോൾ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലും താലൂക്ക് ആശുപത്രികളിലും എല്ലാം ഇപ്പോൾ റേബീസ് വാക്സിൻ ലഭ്യമാണ്. ഇതിനാവശ്യമായിട്ടുള്ള ഒരു ഈ പറയുന്ന പോലെ താപ നിയന്ത്രണ സംവിധാനം, കോൾഡ് ചെയിൻ സംവിധാനം ഈ വാക്സിന്റെ സൂക്ഷിച്ചു വെക്കുന്ന ആ ഒരു കാര്യങ്ങളിൽ അവിടെ ഫലപ്രാപ്തിയിൽ ഉണ്ടാകുന്നുണ്ടോ, അല്ലെങ്കിൽ വാക്സിൻ
നിർവീര്യമാക്കപ്പെടുന്നുണ്ടോ, അതിന്റെ പ്രവർത്തനക്ഷമത കുറയുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. കൂടാതെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ കടിയേറ്റ ഭാഗം അത് വളരെ പ്രധാനമാണ്. ഈ കടിയേറ്റ ഭാഗം ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ ഈ വൈറസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് ഇത് നമ്മുടെ രക്തപ്രവാഹത്തിലൂടെ അല്ല ഇത് മസ്തിഷ്കത്തിൽ എത്തുന്നത്. മറ്റെല്ലാ വൈറസുകളും കൂടുതലും എത്തുന്നത് രക്തപ്രവാഹത്തിലൂടെയാണെങ്കിൽ ഇത് നാഡീഞരമ്പുകളിലൂടെ യാത്ര ചെയ്ത് ഏകദേശം 50 മില്ലിമീറ്റർ മുതൽ 100 മില്ലിമീറ്റർ വരെയാണ് ഒരു ദിവസം ഇത് യാത്ര ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ മസ്തിഷ്കത്തിനടുത്തുള്ള ഭാഗത്ത് എവിടെയെങ്കിലുമാണ് ഈ വൈറസ് നമ്മൾ ഈ കടി ഉണ്ടായിട്ടുള്ളതെങ്കിൽ വൈറസ് പെട്ടെന്ന് തന്നെ മസ്തിഷ്കത്തിൽ എത്തുകയും ഈ മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്ന റേബീസ് ബാധ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഈ നമ്മളിപ്പോൾ കുത്തിവെച്ച് കഴിഞ്ഞാൽ തന്നെ ആന്റിബോഡികൾ ഉണ്ടായി വരുവാനായിട്ട് ഏകദേശം 48 മണിക്കൂർ വരെ എടുക്കും. അപ്പോൾ അതിനുള്ളിൽ തന്നെ ഈ വൈറസ് നേരെ ഈ മസ്തിഷ്കത്തിൽ എത്തുകയാണെങ്കിൽ ഒരുപക്ഷെ വാക്സിൻ നമുക്ക് ഉദ്ദേശിച്ച ഫലം തന്നു എന്ന് വരികയില്ല. ഇവിടെ ഈ കുട്ടിയുടെ കേസിൽ അതിന് ഞാൻ മനസ്സിലാക്കുന്നത് ഉടൻ തന്നെ അവർ ആശുപത്രിയിൽ കൊണ്ടുപോവുകയും വാക്സിൻ എടുക്കുകയും മറ്റും ചെയ്തിട്ടുണ്ട്. കൂടാതെ റേബീസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുന്ന സിറവും നൽകിയിട്ടുണ്ട്. അതായത് പെട്ടെന്ന് തന്നെ ആന്റിബോഡികൾ നമ്മുടെ ശരീരത്തിൽ എത്തിക്കുന്ന ഒരു സംവിധാനമാണ്, പാസീവ് ഇമ്മ്യൂണിറ്റിയാണ് ഈ റേബീസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറഞ്ഞത്. ഇതെല്ലാം ചെയ്തിട്ടും ഇവിടെ ഈ കുട്ടിക്ക് പേവിഷബാധ ഉണ്ടായി എന്നുള്ളത് അത് സ്ഥിരീകരിച്ചോ എന്ന് എനിക്കറിയില്ല. അതിൻ്റെതായിട്ടുള്ള മറ്റു പരിശോധനകൾ ഇനി നടത്തേണ്ടതുണ്ട്. അതായത് സെർബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഒക്കെ എടുത്തിട്ട് അതിനകത്ത് ഈ റേബീസിന്റെ വൈറസിന്റെ സാന്നിധ്യം ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അതെല്ലാം പരിശോധിച്ചു കഴിഞ്ഞും ഇതിങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ മുൻപേ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. വാക്സിൻ എടുത്ത രീതി, വാക്സിന്റെ പ്രവർത്തനക്ഷമത, ആ ഒരു വിഷയത്തിൽ തന്നെയാണ് ആശങ്കയുള്ളതും ഡോക്ടർ. ഇപ്പോൾ മലപ്പുറത്തെ ഒരു കുട്ടിയുടെ കേസിലാണെങ്കിലും അവർ കുടുംബം ആരോപിച്ചിരുന്ന ഒരു കാര്യം, ആ കുട്ടിയുടെ ശരീരത്തിലുണ്ടായിട്ടുള്ള മുറിവുകൾ, അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ പരിശോധനകൾ നടന്നില്ല എന്ന് കുടുംബം തന്നെ ആരോപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കുട്ടിയുടെ വിഷയത്തിലേക്ക് വരികയാണെങ്കിലും കൃത്യസമയത്ത് തന്നെ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ കുട്ടിയുടെ ശരീരത്തിലെ മുറിവുകൾ സംബന്ധിച്ചൊക്കെ ഇപ്പോൾ അമ്മ വിശദീകരിക്കുകയുണ്ടായി. ആ മുറിവുകളെ സംബന്ധിച്ച് മുറിവുകൾ കരിഞ്ഞു എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. പക്ഷേ അതിലവർക്ക് സംശയമുണ്ട് എന്നുള്ള തരത്തിലൊക്കെയാണ് കുടുംബം പറയുന്നത്. അപ്പോൾ ഈ മുറിവുകളെ എത്രത്തോളം നമ്മൾ ഈ ഘട്ടത്തിൽ ശ്രദ്ധിക്കണം എന്നുള്ളത് വലിയൊരു കാര്യമാണല്ലോ. മാത്രമല്ല ഈ നമ്മളിപ്പോൾ പ്രാഥമികമായ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമ്മൾ ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞാൽ ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാവേണ്ട ഏറ്റവും വലിയ ശ്രദ്ധ അത് നമ്മളൊരു ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ പോലും ശ്രദ്ധിക്കേണ്ടതുണ്ടല്ലോ. ഇപ്പോൾ ചർമ്മം കടന്ന് ഈ ഒരു ഇഞ്ചക്ഷൻ ആഴത്തിൽ പോയാൽ പോലും പ്രശ്നമുണ്ടെന്ന തരത്തിലൊക്കെ ഞാൻ ചില വായിച്ചു. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ആരോഗ്യ പ്രവർത്തകരുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട വലിയ കാര്യങ്ങളില്ലേ, അതെന്തൊക്കെയാണ്? തീർച്ചയായിട്ടും രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ ചോദിച്ചത്. ഒന്നാമത് നമ്മുടെ ഈ പറഞ്ഞതുപോലെ ഈ മുറിവിന്റെ ആ ഒരു സ്വഭാവം, അതിന്റെ പ്രത്യേകത, അത് എത്രമാത്രം നമ്മുടെ ഈ രോഗബാധയെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ആ കുട്ടിയുടെ അമ്മ തന്നെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, ആഴത്തിലുള്ള മുറിവായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കാറ്റഗറി 3 എന്ന് പറയുന്ന തോതിലുള്ള വളരെ ആഴത്തിലുള്ള മുറിവെന്ന് പറയുമ്പോൾ ഈ വൈറസുകൾ കൂടുതൽ നാഡീഞരമ്പുകളിലേക്ക് എത്താനുള്ള സാധ്യത കൂടുകയാണ്. ഇപ്പോൾ ഈ നായയോ അല്ലെങ്കിൽ പൂച്ചയോ മറ്റോ നക്കുമ്പോൾ പോലും വൈറസിന്റെ സാന്നിധ്യം ഉണ്ടാകാമെന്ന് പറയുമെങ്കിൽ പോലും അവിടെ സാധ്യത വളരെ കുറവാണ്. അത് കാറ്റഗറി 1 ആയിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ആഴത്തിലുള്ള മുറിവെന്ന് പറയുമ്പോൾ അത് പ്രത്യേകിച്ചും നമ്മുടെ കഴുത്തിലോ മുഖത്തോ മറ്റോ ആണെന്നുണ്ടെങ്കിൽ അത് അതീവ ഗുരുതരമായിട്ടുള്ളൊരു മുറിവായിട്ട് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. കാരണം പെട്ടെന്ന് തന്നെ വൈറസുകൾ നാഡീഞരമ്പുകളിലൂടെ യാത്ര ചെയ്ത് പെട്ടെന്ന് മസ്തിഷ്കത്തിൽ എത്താനുള്ള സാധ്യതയാണല്ലോ അത് സൂചിപ്പിക്കുന്നത്. ഈ മുറിവുകളുടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മുറിവുകൾ ഒരിക്കലും നമ്മൾ സൂച്ചർ ചെയ്യാറില്ല, തയ്ക്കാറില്ല. മറ്റെല്ലാ മുറിവുകളും നമ്മളിപ്പോൾ മറ്റേ ബ്ലേഡ് കൊണ്ടോ മറ്റെന്തെങ്കിലും ആക്സിഡന്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ മുറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തയ്ക്കാറുണ്ട്. ഇവിടെ തയ്ക്കാൻ പോലും പാടില്ല എന്നാണ് പറയുന്നത്. കാരണം തയ്ക്കുമ്പോൾ സൂചി കൊണ്ടുണ്ടാകാവുന്ന ചെറിയ സൂക്ഷ്മമായിട്ടുള്ള മുറിവുകൾ പോലും ഈ വൈറസ് ബാധയെ സ്വാധീനിക്കാം എന്നുള്ളത് കൊണ്ട് നമ്മൾ അങ്ങനെയുള്ള മുറിവുകൾ സൂച്ചർ ചെയ്യാറ് പോലുമില്ല, ഡ്രസ് ചെയ്യുക മാത്രമാണ് പതിവ്. അപ്പോൾ ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെയുള്ള പ്രഥമ ശുശ്രൂഷയ്ക്ക് അങ്ങേയറ്റം പ്രാധാന്യമുണ്ട്. അത് നൽകിയതിന് ശേഷം മാത്രം നമ്മൾ ആശുപത്രികളിൽ എത്തിക്കാനുള്ള ഒരു പ്രത്യേക ഒരു ജാഗ്രത ഈ അവസരത്തിൽ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. കാരണം വൈദ്യശാസ്ത്രം തന്നെ സന്നിഗ്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പ്രഥമ ശുശ്രൂഷയിലൂടെ തന്നെ ഏകദേശം 30 മുതൽ 50% വരെ നമുക്ക് വൈറസ് ബാധയെ നമുക്ക് തടയാൻ സാധിക്കും. അതുകൊണ്ട് ഒരു 15 മിനിറ്റെങ്കിലും നന്നായിട്ട് മുറിവ് ഉണ്ടായ ഭാഗം കഴുകുക എന്ന് പറയുന്നത് സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ ചോദ്യം, ആരോഗ്യ പ്രവർത്തകരുടെ ഇത് സംബന്ധിച്ചുള്ള ഒരു ഇടപെടൽ എത്രമാത്രം ജാഗ്രതയുള്ളതാണെന്നുള്ളതായിരുന്നല്ലോ ചോദ്യം. തീർച്ചയായിട്ടും നമുക്കുള്ളൊരു അനുഗ്രഹം എന്ന് പറയുന്നത് ഈ ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ ഈ
നേരത്തെ ഒരു 10-20 വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ പേശികളിലേക്ക് കുത്തിവെക്കുന്ന വാക്സിനായിരുന്നു നമുക്കുണ്ടായിരുന്നത്. പക്ഷെ അവിടെ അളവ് കൂടുതലായിട്ട് നമുക്ക് കുത്തിവെക്കേണ്ടി വരും. ഇതാകുമ്പോൾ ഏകദേശം 0.1 to 0.2 ml മാത്രം മതി ഈ ചർമ്മപാളികളിലേക്ക് കുത്തിവെക്കുന്ന ഒരു സമ്പ്രദായത്തിലൂടെ വാക്സിൻ നൽകുമ്പോൾ. അപ്പോൾ വാക്സിൻ കൂടുതൽ ആളുകൾക്ക് നൽകാൻ ഇതുകൊണ്ട് നമുക്ക് സാധിക്കുന്നു. വാക്സിൻ കൂടുതൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കുന്നു. അങ്ങനെയുള്ള വാക്സിന്റെ വിതരണത്തിനുള്ള സൗകര്യം മൂലമാണ് നമ്മൾ ഈ 0.1 ml ഇൻട്രാഡെർമൽ IDRB അത് ലോകവ്യാപകമായിട്ട് അംഗീകരിച്ച വാക്സിൻ നൽകുന്ന സമ്പ്രദായമാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ടെക്നിക്കൽ സ്കില്ല്, അതായത് അതിനുള്ള ഒരു പ്രായോഗിക പരിചയം നമ്മളെല്ലാ ആരോഗ്യ പ്രവർത്തകർക്കും നൽകുന്നുമുണ്ട്. പക്ഷേ ഞാൻ സൂചിപ്പിച്ചത് ഇങ്ങനെയുള്ള ഒരു വാക്സിൻ പരാജയം സംഭവിച്ചു എന്നുണ്ടെങ്കിൽ നമ്മൾ പരിശോധിക്കേണ്ട കാര്യങ്ങളിൽ ഒന്ന് ഈ പറയുന്ന ടെക്നിക്കൽ സ്കില്ല് എവിടെയെങ്കിലും പരാജയപ്പെട്ടിട്ടുണ്ടോ. അതായത് ചർമ്മപാടുകളിലേക്ക് കുത്തിവെക്കേണ്ട വാക്സിൻ അബദ്ധവശാലോ അല്ലെങ്കിൽ പരിചയക്കുറവ് മൂലമോ പേശികളിലേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ഫലം കിട്ടിയെന്ന് വരികയില്ല. അപ്പോൾ ഇതെല്ലാം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ കടിയേൽക്കുന്ന ഭാഗം സംബന്ധിച്ച് തന്നെ ഇതിലെ റിസ്കിന്റെ ഒരു എലമെന്റ് ഉണ്ടല്ലോ. അതായത് മുഖത്തോ അല്ലെങ്കിൽ കഴുത്തിലെ പല ഭാഗങ്ങളിലായിട്ടോ തലയുടെ മറ്റു ഭാഗങ്ങളിലായിട്ടോ ഒക്കെ കടിയേൽക്കുന്നതാണോ കൂടുതൽ റിസ്ക് ആവുന്നത്? അതെ, റേബീസ് എന്ന് പറയുന്നത് നമ്മുടെ മസ്തിഷ്കത്തെ ബാധിക്കുന്ന ഒരു അസുഖമാണല്ലോ. അതായത് എന്തായി പേവിഷബാധ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു എൻസെഫലൈറ്റിസ് ആണ്. നമ്മുടെ ഇപ്പോൾ ജാപ്പനീസ് എൻസെഫലൈറ്റിസ് പോലെ ഒക്കെയുള്ള ഒരു എൻസെഫലൈറ്റിസ് ആണ്. അത് മസ്തിഷ്ക ജ്വരം എന്ന് പറയും. അപ്പോൾ ഈ റേബീസ് ഉണ്ടാകുമ്പോൾ അതിന്റെ മരണസാധ്യത എന്ന് പറഞ്ഞത് ഏകദേശം 100% തന്നെയാണ്. കാരണം ഇതുവരെ നമുക്ക് വൈദ്യശാസ്ത്രം ഈ പേവിഷബാധ സ്ഥിരീകരിച്ചതിന് ശേഷം റിപ്പോർട്ട് ചെയ്ത രക്ഷപ്പെട്ട കേസുകൾ എന്ന് പറയുന്നത് വിരലിൽ എണ്ണാവുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് മരുന്നൊന്നുമില്ല, വൈറൽ മരുന്നുകളൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഈ പറഞ്ഞ മുമ്പേ സൂചിപ്പിച്ചതുപോലെ കഴുത്തിലോ അതല്ലെങ്കിൽ മുഖത്തോ മറ്റോ കടി ഏൽക്കുകയാണെങ്കിൽ വൈറസുകൾ പെട്ടെന്ന് തന്നെ ഈ ഭാഗങ്ങളിലൊക്കെ ധാരാളം നാഡീഞരമ്പുകളും ഉണ്ട്. ഈ നാഡീഞരമ്പുകളിലൂടെ നേരിട്ട് മസ്തിഷ്കത്തിലേക്ക് എത്തുകയാണ്. ഞാൻ മുമ്പേ സൂചിപ്പിച്ചല്ലോ, ഏകദേശം 10 സെന്റിമീറ്റർ വരെയൊക്കെ ഒരു ദിവസം യാത്ര ചെയ്യും. അപ്പോൾ അബദ്ധവശാൽ ഈ പറയുന്ന സുഷുമ്നാ നാഡിയിലൂടെയും മറ്റും പെട്ടെന്ന് ഈ വൈറസുകൾ മസ്തിഷ്കത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഈ റേബീസിന്റെ കുത്തിവയ്പ് എടുക്കുന്നതിന് മുൻപ് തന്നെ അല്ലെങ്കിൽ ആന്റിബോഡികൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഈ വൈറസുകൾ മസ്തിഷ്കത്തിലെത്തുകയും മസ്തിഷ്ക ജ്വരം എൻസെഫലൈറ്റിസ് ഉണ്ടാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ പറയുന്നത് പോലെ വാക്സിൻ ഫലപ്രദമാകണമെന്നില്ല. അങ്ങനെയുള്ള സാധ്യതകളും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഡോക്ടർ, ഈ പേവിഷബാധ ഏൽക്കുമ്പോൾ തന്നെ ഈ കടിക്കുന്ന ജീവിയുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് ചില സംശയങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ പറയും തെരുവുനായ ശല്യം സംസ്ഥാനത്ത് രൂക്ഷമാണ്, അത് കണക്കുകൾ തന്നെ സൂചിപ്പിക്കുന്നതാണ്. പക്ഷേ തെരുവുനായയെ മാത്രം പേടിച്ചാൽ പോരാ എന്നുള്ളതാണ് നമുക്ക് അറിയുന്ന കാര്യം. അതായത് വളർത്തുനായയിൽ പേടിക്കണമല്ലോ അല്ലേ? അപ്പോൾ വളർത്തുനായയല്ലേ, സാരമില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ പറ്റുന്നൊരു സാഹചര്യം അല്ലല്ലോ ഉള്ളത്. മറ്റൊന്ന്, ഈ നായ മാത്രമല്ല മറ്റ് ജീവികളിൽ നിന്നും ഈ പേവിഷബാധ ഏൽക്കുന്നുണ്ടല്ലോ അല്ലേ? ഇപ്പോൾ പൂച്ച, വവ്വാൽ പോലെയുള്ള ജീവികളിൽ നിന്നൊക്കെ. അപ്പോൾ ആളുകൾക്ക് അറിയാതെ പോകുന്ന കാര്യങ്ങളുണ്ടോ ഈ ഒരു വിഷയത്തിൽ? അതെ, നമ്മുടെ ഒരു പൊതുധാരണ എന്ന് പറയുന്നത് തെരുവുനായകൾ കടിച്ചാൽ മാത്രമേ പേവിഷബാധ ഉണ്ടാവുകയുള്ളൂ എന്നൊരു പൊതുധാരണ നമ്മുടെ ഇടയിൽ ഉണ്ടെങ്കിൽ പോലും അങ്ങനെയല്ല. പലപ്പോഴും നമ്മൾ വീടുകളിലൊക്കെ ഞങ്ങൾ പട്ടികളെ വളർത്തുന്നുണ്ട് അല്ലെങ്കിൽ പൂച്ചയെ വളർത്തുന്നുണ്ട്, ഇതിനെല്ലാം വാക്സിൻ എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾ കുത്തിവയ്പ് എടുക്കണോ എന്നൊക്കെ പറഞ്ഞ് ധാരാളം ആൾക്കാർ ചോദിക്കാറുണ്ട്. ഇവിടെ നമ്മൾ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, പണ്ടൊക്കെ നമ്മൾ പട്ടി കടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പൂച്ച മാന്തി കഴിഞ്ഞാൽ 10 ദിവസം ഇതിനെ നിരീക്ഷിക്കുന്ന ഒരു സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും ഇപ്പോൾ അത്ര ഒരു സുരക്ഷാ രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു സുരക്ഷിതമായ ഒരു കാര്യമായിട്ട് നമ്മൾ പറയുന്നില്ല. കാരണം ഇപ്പോൾ പലപ്പോഴും ഈ പറയുന്ന വൈറസുകൾ വളരെ ഡോർമൻ്റായിട്ട് അല്ലെങ്കിൽ നിർജ്ജീവമായിട്ട് ഈ മൃഗങ്ങളുടെയൊക്കെ ശരീരത്തിൽ ഉണ്ടായെന്ന് വരാം. ഏത് സസ്തനിയിലും വേണമെങ്കിൽ ഈ വൈറസുകൾ ഉണ്ടാകാം. ഇപ്പോൾ നമ്മുടെ പാല് തരുന്ന കന്നുകാലികളിൽ ഈ വൈറസിന്റെ സാന്നിധ്യം ഉണ്ടാകാം. അതല്ല എങ്കിൽ പൂച്ചയുടെ കാര്യം ഇപ്പോൾ സൂചിപ്പിച്ചല്ലോ, അത് കുറുക്കൻ്റെ കാര്യം അല്ലെങ്കിൽ വവ്വാലിൻ്റെ കാര്യം, ഇങ്ങനെ ഏത് മൃഗങ്ങളിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് പേവിഷബാധ ഉണ്ടാകാം. ഈ റെപ്റ്റൈൽസ്, നമ്മുടെ ഈ പറയുന്ന മൂഷിക വർഗത്തിൽപ്പെട്ട മൃഗങ്ങൾ മാത്രമാണ്, ജന്തുജാലങ്ങൾ മാത്രമാണ് ഈ പേവിഷബാധ ഉണ്ടാക്കാൻ സാധ്യതയില്ല എന്നുള്ള രീതിയിൽ നമ്മൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ബാക്കി ഏത് സസ്തനി നമ്മളെ മാന്തുകയോ കടിക്കുകയോ, പ്രത്യേകിച്ച് വന്യമൃഗങ്ങൾ, കുരങ്ങന്മാരെ ഇപ്പോൾ കാട്ടിലും മറ്റും എന്തെങ്കിലും തരത്തിലുള്ള ട്രക്കിങ്ങിനും മറ്റും പോകുമ്പോൾ അങ്ങനെ വല്ലതും ഒരു മൃഗങ്ങളുമായിട്ടുള്ള ഒരു സമ്പർക്കം വല്ലതും ഉണ്ടായിക്കഴിഞ്ഞാലും പേവിഷബാധ ഉണ്ടാകാം. അപ്പോൾ പണ്ടൊക്കെ സൂചിപ്പിച്ചിരുന്നത് പോലെ 10 ദിവസം വാച്ച് ചെയ്യുക എന്നുള്ളൊരു സമ്പ്രദായം നമ്മളിപ്പോൾ പറയാറില്ല. രണ്ടാമത്തേത്, ഈ പട്ടിക്കോ അല്ലെങ്കിൽ പൂച്ചയ്ക്കോ നമ്മൾ വാക്സിൻ നൽകിയെന്നതുകൊണ്ട് ഞങ്ങൾ കുത്തിവയ്പ്
കുത്തിവയ്പ്പ് എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും നമുക്ക് ഉറപ്പില്ല. കാരണം ഈ പട്ടിയുടെ അല്ലെങ്കിൽ പൂച്ചയുടെ എടുത്ത വാക്സിൻ്റെ റിസൾട്ട് എത്രമാത്രം ഫലപ്രദമാണ്, ഇതിൻ്റെ ശരീരത്തിൽ ആവശ്യത്തിന് ആൻറ്റിബോഡികൾ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെ ശരീരത്തിൽ ഈ വൈറസ് നിർജ്ജീവമായിട്ട് നിൽക്കുന്നുണ്ടോ, ഇതൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് പട്ടിക്കും പൂച്ചയ്ക്കും ഒക്കെ വാക്സിൻ എടുത്താൽ പോലും ഇങ്ങനെയുള്ള മൃഗങ്ങളുടെ കടിയോ മാന്തലോ ഏറ്റുകഴിഞ്ഞാൽ നമ്മൾ വാക്സിൻ എടുക്കുന്നത് തന്നെയാണ് സുരക്ഷിതം. ഓക്കെ, എന്തായാലും ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് വിഷയങ്ങളാണ് ഡോക്ടർ വിശദീകരിച്ചത്. താങ്ക് യു ഡോക്ടർ. ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടതിൻ്റെ ഒരു ആവശ്യവും ഉണ്ടായിരുന്നു. എന്തായാലും ഡോക്ടർ വിശദീകരിച്ച പോലെ തന്നെ നമ്മൾ കടിയേൽക്കുന്നവർ തന്നെ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളുണ്ട്. പ്രാഥമികമായി നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിനപ്പുറത്ത് നമ്മൾ ആരോഗ്യ പ്രവർത്തകരിൽ നിന്നും അവരുടെ ഒരു ശ്രദ്ധ കൂടി ഈ വിഷയത്തിൽ ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് ഡോക്ടർ പറഞ്ഞത്. അപൂർവമായി ആണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുന്നതെങ്കിലും ഇതിപ്പോൾ ഈ അടുത്ത് തന്നെ സമകാലികമായി തന്നെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചതിൽ ആശങ്കയുണ്ട് നമുക്കൊക്കെ. അപ്പോൾ ആശങ്ക ഏത് തരത്തിലാണ് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. എന്തായാലും ഈ കുട്ടിയുടെ കാര്യത്തിൽ കുട്ടി ഇപ്പോൾ ചികിത്സയിലാണ്, വെന്റിലേറ്ററിലാണ്.